ശ്രീഗുരുവായൂരപ്പ ശരണം. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം ഹൃദനുദിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഘൈഃ വിമലമതിരധാസൗ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. അന്വയം നോക്കാം. ഇതി സുവിദിതവേദ്യാം കൃതനുതിം ദേവഹൂതിം അനുഗൃഹ്യ ഹേ ദേവ ത്വം യോഗിസംഘൈഃ ഗതഃ വിമലമതിഃ അസൗ അഥ ഭക്തിയോഗേന മുക്താ ത്വം അപി ജനഹിതാർത്ഥം പ്രാഗുദീച്യാം വർത്തസേ. ഇപ്രകാരം അറിയേണ്ടത് അറിഞ്ഞപ്പോഴ് അല്ലയോ ഭഗവാനെ, അങ്ങയെ സ്തുതിച്ച ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് അല്ലയോ ഭഗവാനെ, അങ്ങൊന്ന് യോഗികളോട് കൂടിയിട്ട് യാത്രയായി. മനഃശുദ്ധി ലഭിച്ച ആ ദേവഹൂതി അനന്തരം ഭക്തിയോഗം കൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചു. ഭഗവാനാകട്ടെ ജനങ്ങളിലെ നന്മയ്ക്കു വേണ്ടി വടക്ക് കിഴക്കേ ദിക്കിൽ ഇപ്പോഴും പാർക്കുന്നു. അല്ലയോ ഭഗവൻ, സാഖ്യയോഗ വിശാരദനായ അങ്ങുന്ന് അറിയേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം ദേവഹൂതിക്ക് മേൽപ്രകാരം ഉപദേശം നൽകി അനുഗ്രഹിച്ചിട്ട് നിന്തിരുവടി മാമുനിമാരോടൊപ്പം യാത്രയായി. അതിൽ പിന്നെ പരിശുദ്ധി കൈവരിച്ച മനസ്സോടുകൂടിയ ദേവഹൂതി ഭക്തിയോഗം കൊണ്ട് മുക്തി നേടി. മനുഷ്യവർഗത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് നിന്തിരുവടി വടക്കു കിഴക്കേ ദിക്കിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. സകല സന്തതികൾ ഈ ആകാശത്തെ അന്വേഷിച്ചു പോയ അവസരത്തിൽ വടക്ക് കിഴക്ക് ദിക്കിൽ ഉണ്ടാക്കിയ ദ്വാരത്തിലൂടെ താഴേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ കപിലവാസുദേവനെ കണ്ടതായിട്ട് വാത്മീകി രാമായണത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ബാലകാണ്ഡത്തിൽ 40-ാം സർഗത്തിൽ ശ്ലോകങ്ങൾ 25-26 ഈ പരാമർശം ഉണ്ട്. ശ്രീ ഗുരുവായൂരപ്പ ശരണം.